പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിന്റെ റിപ്പബ്ലിക് ദിനാശംസകൾ. ഇന്ന് ജനുവരി 26 നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യം പിറന്ന ദിവസം. ഈ ദിവസത്തെയാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയി ആഘോഷിക്കുന്നത്. നമ്മുടെ ഭരണഘടനയും ഈ ദിവസമാണ് തയ്യാറാക്കിയത്. രാജ്യത്തെ കോടതികൾ സത്യപ്രതിജ്ഞ ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ ഭരണഘടന മുൻനിർത്തിയാണ്. 76 വർഷം മുമ്പ്, അതായത് 1950 ആണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്. അന്ന് മുതൽ ഇന്നുവരെ നമ്മൾ എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ജനാധിപത്യത്തിന്റെ ആഘോഷവും ഭരണഘടനയുടെ ആഘോഷവും ഈ ദിനം തന്നെയാണ്. വിപുലമായ ആഘോഷങ്ങൾക്ക് ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നു. എന്നാൽ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിനായി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഭരണഘടനാ നിർമ്മാണത്തിന്റെ തുടക്കം ഇന്ത്യ എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ഇതിനു കാരണം ഭരണഘടനയല്ലാതെ മറ്റൊന്നാണ്. വാസ്തവത്തിൽ 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും നമ്മുടെ രാജ്യത്ത് ഒരു ഔദ്യോഗിക ഭരണഘടന ഇല്ലായിരുന്നു. അതിനാൽ 1947 ഓഗസ്റ്റ് 29 ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ അത് ചെയ്യുകയും KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അള്ളാടി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, N മാധവറാവു, TT കൃഷ്ണമാചാര്യയെ പോലുള്ള മഹാന്മാരെ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. 1947 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിർമ്മിക്കപ്പെട്ടു. ഇന്ത്യയുടെ ഭാവിക്ക് ദിശാബോധം നൽകുന്ന രേഖയായ ഭരണഘടനയുടെ കരട് തയ്യാറാക്കി ഭരണഘടനാ അസംബ്ലിക്ക് മുന്നിൽ അവതരിപ്പിച്ച സുപ്രധാന ദിനമാണ് 1947 ജനുവരി 26. അടുത്ത 2 വർഷങ്ങളിൽ ഭരണഘടനാ അസംബ്ലി നിരവധി യോഗങ്ങൾ നടത്തുകയും കരട് ചർച്ച ചെയ്യുകയും നിരവധി മാറ്റങ്ങൾ വരുത്തുകയും ഒടുവിൽ 1950 ജനുവരി 24 ഇത് അംഗീകരിക്കുകയും ചെയ്തു. ഇതൊരു ചരിത്ര നിമിഷമായിരുന്നു. 308 അംഗങ്ങൾ ഭരണഘടനയുടെ 2 പകർപ്പുകളിൽ ഒപ്പുവെച്ചു. ഒന്ന് ഹിന്ദിയിലും മറ്റൊന്ന് ഇംഗ്ലീഷിലും. ഈ നീക്കം ഇന്ത്യയെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി സ്ഥാപിച്ചു. ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ആക്ടിന് 1935 ആക്ടിന് പകരമായി ഇന്ത്യയുടെ സ്വന്തം ഭരണഘടന രാജ്യത്തിന്റെ പ്രധാന നിയമരേഖയായി മാറി. എന്നിരുന്നാലും ഭരണഘടന നടപ്പിലാക്കാൻ 2 ദിവസം കൂടി കാത്തിരിക്കാൻ ഭരണഘടനാ അസംബ്ലി തീരുമാനിച്ചു. അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഇതോടെ ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് എന്ന നിലയിൽ പൂർണ്ണമായും സ്വതന്ത്രമായി. അതുകൊണ്ടാണ് എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയും നമ്മുടെ ഭരണഘടനയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നത്. രാഷ്ട്രാഭിമാനത്തിന്റെ പര്യായമായ ഒരു ദിനത്തിൽ ഭരണഘടന കൂടി പ്രതിഷ്ഠിക്കുക എന്ന ലക്ഷ്യമാണ് ജനുവരി 26 ഭരണഘടനാ അസംബ്ലി തിരഞ്ഞെടുത്തതിന് പിന്നിലെ കാരണം. ഈ തീയതിയുടെ പ്രാധാന്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നാണ് ഉണ്ടായത്. കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജിന്റെ ദിനമായി നിശ്ചയിച്ചു. ഇത് എല്ലാ ഇന്ത്യക്കാരോടും സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. IN ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സ്വാധീനത്തിൽ ഇന്ത്യക്ക് ഒരു സ്വതന്ത്ര രാജ്യമായി ഡൊമിനിയൻ പദവി നൽകാനുള്ള ബ്രിട്ടീഷ് നിർദ്ദേശത്തോടുള്ള പ്രതികരണമായിരുന്നു ഇത്. ഈ സെഷനിലാണ് ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർത്തിയത്. 20 വർഷത്തിന് ശേഷം ജനുവരി 26 രാജ്യത്തിന്റെ ഭരണഘടന തയ്യാറാക്കി. അന്നു മുതൽ രാജ്യം ഈ ദിവസം റിപ്പബ്ലിക് ദിനമായി നമ്മൾ ആഘോഷിക്കുന്നു. ഏവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.